എൻ്റെ പേര് ഫ്രാൻസിസ്ക എഡ്വേർഡ്. അപ്പം ചെടി ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടമായോണ്ടാണോ ചെയ്യുന്നത്? ഓർക്കിഡ് പണ്ടേ ഇഷ്ടമായിരുന്നു. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ശമ്പളം കിട്ടിയ 2000 രൂപ ഇതിന് മാറ്റി വെച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ. അങ്ങനെ കളക്ട് ചെയ്ത് കുറച്ചുണ്ടായിരുന്നു. റിട്ടയർ ആയപ്പം അത് നല്ലപോലെ വിപുലീകരിച്ചു. 4 വർഷമായിട്ട് ഇത്. പിന്നെ നമുക്ക് കട്ട് ഫ്ലവർ യൂണിറ്റിന്റെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സബ്സിഡി ഉണ്ട്. 20,000 രൂപ കിട്ടി. അപ്പൊ അതിന് മുമ്പേ ഞാൻ അപ്പുറത്തേയും കൂടെ നമുക്ക് ചെടിയെല്ലാം നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഡെൻഡ്രോബിയാണിത്. അപ്പൊ എല്ലാം ചേച്ചിക്ക് ഓർക്കിഡാണോ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നേ? ഓർക്കിഡിന്റെ സെക്ഷൻ മൊത്തം ഓർക്കിഡ്. അപ്പോൾ അതിന്റെ എല്ലാ വെറൈറ്റിയും ചേച്ചി കളക്ട് ചെയ്ത് ആദ്യം എങ്ങനെ തുടക്കം? അത് ആദ്യം കണ്ട് ഇഷ്ടപ്പെടുന്ന പൂക്കളുടെ തൈകൾ മേടിക്കുമായിരുന്നു. ഞാൻ മുക്കാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചേച്ചിക്ക് ഇത് വിപുലമാക്കണമെന്ന് തോന്നിയാ? ഞാൻ ഇതിന്റെ തന്നെ തൈ വരുമല്ലോ. അപ്പൊ നമ്മള് ഇങ്ങനെ PVC പൈപ്പ് എടുത്ത് ഇതുപോലെ എന്റെ രണ്ടാമത്തെ 2-3 ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എടുത്തിട്ട് ഇതിൽ കെട്ടി ഇതില് സെറ്റ് ചെയ്ത് ഇതിലൊക്കെ സെറ്റ് ചെയ്യുമ്പോ നല്ല രസമായിട്ട് വേരൊക്കെ ഇറങ്ങി ഇതില് പൂവുണ്ട്. ഇത് 1 മാസം നിൽക്കും. അതാണ് അതിന്റെ പ്രത്യേകത. പൂ കൊഴിയത്തുമില്ല. നമുക്ക് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. മനസ്സിനൊരു കുളിർമയുണ്ട് അല്ലേ? ഉണ്ട്, മഞ്ഞ ഉണ്ട്. ഇത്തിരി പൂ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സീസൺ ഉണ്ടോ ചേച്ചി? സീസൺ ഉണ്ടോ ഈ പൂവിന്? ഏപ്രിൽ മെയിലൊക്കെ നല്ല പൂക്കൾ വരും. ഏപ്രിൽ മെയിലൊക്കെ ആകുമ്പോൾ നല്ല പൂക്കൾ വരും. ഒത്തിരി പൂക്കൾ കാണും. അപ്പൊ ഞാൻ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ഒത്തിരി ആക്കിയേ. അതുകൊണ്ട് കഴിഞ്ഞ മാസമായിട്ട് ചെയ്തത്. ചേച്ചി എങ്ങനെ കൊടുക്കൂ? സെയിലുണ്ടോ? സെയില് ഡാൻസിങ് ഓർക്കിഡ് കൊടുക്കും. ഡാൻസിങ് ഓർക്കിഡ് കൊടുക്കും. പിന്നെ മറ്റേതൊക്കെ അതിന്റെ കുറച്ച് ഒരു 3-4 തൈകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മൊത്തം എത്ര? 1000 പ്ലാന്റ് ഉണ്ട്. 1000 പ്ലാന്റ് ഉണ്ട്. തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? ഡാൻസിങ് ഓർക്കിഡ് പോകുന്നുണ്ട്. മറ്റേതൊക്കെ ചെയ്തു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ കൂരയൊക്കെ ചെയ്യുന്നതിനൊക്കെ ഒത്തിരി പൈസ ആയി കാണുമല്ലോ. ഗവൺമെന്റിന്റെ നമ്മുടെ സ്കീമിൽ കിട്ടിയതാ കൂരയല്ല? അല്ല, കൂരൊന്നും കിട്ടിയതല്ലേ. ഈ കമ്പിയെല്ലാം ഞാൻ തന്നെ അങ്ങനെ മേടിച്ചിട്ട് സബ്സിഡി കിട്ടി. പച്ച നെറ്റില്ലേ, ഷെയ്ഡ് നെറ്റ്, കട്ട് ഫ്ലവറിന്റെ 20,000 ഇപ്രാവശ്യം ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. അതാ ഒരുപാട് പൈസ ആയി കാണുമല്ലോ. ഓർക്കിഡിനൊക്കെ നല്ല വിലയല്ലേ? മനസ്സിന്റെ സന്തോഷം. പക്ഷെ നമുക്ക് രാവിലെ എന്തൊക്കെ ചെയ്യണോന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇനി ഇറങ്ങണം അല്ലേ? ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സ് വന്നപ്പോ നല്ല നല്ല ഇതല്ലേ? കാരണം പിന്നെ താഴെ നിൽക്കുന്നതെല്ലാം ഗ്രൗണ്ട് ഓർക്കിഡ്. ഗ്രൗണ്ട് ഓർക്കിഡ് ഗ്രൗണ്ടിൽ അങ്ങ് ആക്കി. മറ്റേ എല്ലാരും കൂടെ ഒന്നിച്ച് കിടക്കുമല്ലോ ഓർക്കിഡ്സ് എല്ലാം. ഇതെല്ലാം തന്നെ കൊണ്ടുപോയാൽ ഹാങ്ങിങ് തന്നെ പറ്റത്തോളോ? ഇതെല്ലാം ഹാങ്ങിങ് തന്നെ പറ്റത്തോളോ? ഇതെല്ലാം മരത്തില് തടിയിൽ അങ്ങനെ ചെയ്യല്ലേ? അങ്ങനല്ലേ ചെയ്യുന്നത്? എല്ലാം പൂവായി വരുന്നുണ്ട് ഇപ്പം. അപ്പൊ ഒരു സമയം വെറുതെ ഇരിക്കണ്ട. സമയം തികയുന്നില്ല എന്ന് പറയാം അല്ലേ? കഴിഞ്ഞ മാസം നല്ല വലിയ 2-3 പൂക്കളുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. ഒത്തിരി ഉണ്ട് പൂക്കൾ. ബഡായിട്ട് വന്നിട്ടേ ഉള്ളൂ. പൂവുള്ള സമയം വിളിക്കാം. ഇനിയിപ്പോ നല്ലതാണ് പൂവാവും അല്ലേ? എന്നാലും ചേച്ചിയുടെ ഒറ്റ കഴിവുകൊണ്ട് ചേച്ചി ഇത്രയാക്കിയല്ലോ അല്ലേ?